അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിനു വേണ്ടിയാണ് കഴിഞ്ഞ 5 ക്ലാസ്സുകളും നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയിൽ നിന്ന് വാങ്ങിയ ഏതാനും കരാറുകളെ കുറിച്ചാണ് ഈ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായും സംസാരിച്ചത്. അള്ളാഹുവെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും നിങ്ങൾ നന്മ ചെയ്യണമെന്ന വിഷയങ്ങളായിരുന്നു ഓരോ ക്ലാസ്സുകളിലായി പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്തത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച മിസ്കീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഇസ്രായേൽ ജനതയിൽ നിന്നും കരാർ വാങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാനൻ വദിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ. നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യണമെന്ന് പറഞ്ഞതിലെ മിസ്കീനുകളുമായി ബന്ധപ്പെട്ട അഥവാ അഗതികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്കിന്ന് പഠനവിധേയമാക്കാനുള്ളത്. സഹോദരങ്ങളെ, മിസ്കീനുകൾ അഥവാ അഗതികൾ അല്ലെങ്കിൽ സാധുക്കൾ അവർ ആരാണ്? അവർ തങ്ങളുടെ യഥാർത്ഥ സ്ഥിതി പുറമേയുള്ളവരെ അറിയിക്കാത്ത, തങ്ങളുടെ ദാരിദ്ര്യം മൂടിവെച്ചുകൊണ്ട് തങ്ങളുടെ അഭിമാനവും മാന്യതയും കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരെക്കുറിച്ച് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൈസൽ മിസ്കീനുൽ ലദീ തറുദ്ദുഹു തംറതു വത്തംറതാൻ വലൽ ലുഖ്മതു വലൽ ലുഖ്മതാൻ. 1-2 ഉരുളക്ക് വേണ്ടിയോ 1-2 കാരക്ക കൊടുത്തുകൊണ്ടോ മടക്കി അയക്കാറുള്ള യാചകരല്ല മിസ്കീൻ. ഇന്നമൽ മിസ്കീൻ, യഥാർത്ഥത്തിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അല്ലദീ യതഅഫഫു, അവർ അഭിമാനം കാരണം ജനങ്ങളോട് ചോദിക്കാത്തവരാണ്. വഖറഉ ഇൻ ശിഅ്തും, നിങ്ങൾക്ക് അതിൻ്റെ ആശയം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യുക. അതായത് മിസ്കീൻ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യുക. യഗ്നി ഖൗലുഹു, അതായത് അവന്റെ വചനം, അതായത് അല്ലാഹുവിന്റെ വചനം. ലാ യസ്അലൂനൻ നാസ ഇൽഹാഫാ, അവർ മനുഷ്യരോട് ബുദ്ധിമുട്ടിച്ച് ഒന്നും ചോദിക്കുകയില്ല എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരികയാണ്, ആരാണ് മിസ്കീൻ എന്ന് അറിയണമെങ്കിൽ സൂറത്തുൽ ബഖറയിലെ 273-ാമത്തെ ആയത്തിലുള്ള യാ യസ്അലൂനൻ നാസ ഇൽഹാഫാ, അവർ മനുഷ്യരോട് ബുദ്ധിമുട്ടിച്ച് ഒന്നും ചോദിക്കുകയില്ല എന്ന അള്ളാഹുവിന്റെ വചനം നിങ്ങൾ പാരായണം ചെയ്യുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ സാധുക്കൾ, ഈ മിസ്കീൻ, അവർക്കൊരു അനിവാര്യ ഘട്ടം മുമ്പിൽ വന്നാൽ പോലും അവർ ആരോടെങ്കിലും വല്ലതും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് വളരെ മാന്യമായ നിലയിൽ, ചിലപ്പോൾ സൂചന നൽകിക്കൊണ്ടൊക്കെ ആയിരിക്കും അവർ അവരുടെ പ്രയാസം അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഈ മിസ്കീനുകളായ ആളുകൾ വരട്ടെ, അപ്പോൾ നമുക്ക് അവരെ പരിഗണിക്കാം എന്നല്ല ഒരു സത്യവിശ്വാസി കരുതേണ്ടത്. മറിച്ച് തീർത്തും അഭിമാനബോധമുള്ള, ആരുടെയും മുമ്പിലും യാചിക്കാതെ മിസ്കീനുകളായ ആളുകളെ നമ്മൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ല ഈ വിഷയത്തിൽ, അതായത് മിസ്കീനുകളായ പാവപ്പെട്ട ആളുകളെ കണ്ടെത്താൻ മടി കാണിക്കുന്ന ആളുകൾ, അതിൽ യാതൊരു താല്പര്യവും ജനിപ്പിക്കാത്ത ആളുകൾ, അവർ ദീനിനെ വ്യാജമാക്കുന്നവരായിട്ടാണ് സൂറത്ത് മാഊനിലെ 3-ാമത്തെ ആയത്ത് വിശേഷിപ്പിക്കുന്നത്. വലാ യഉല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവനാണ് എന്ന്. എങ്ങനെ? വലാ യഉല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവനാണ് ആ മതത്തെ വ്യാജമാക്കുന്നവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവനെ യുകദ്ദിബു ബിദ്ദീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മതത്തെ വ്യാജമാക്കുന്നവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുക എന്നത് മിസ്കീനുകളോട് നന്മ ചെയ്യാതിരിക്കലാണ് സഹോദരങ്ങളെ. അതൊരു
മതനിഷേധത്തിന്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നതെങ്കിൽ, മതത്തെ വ്യാജമാക്കുന്നതായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ ഈ ഒരു കൽപ്പന പരിഗണിക്കാത്ത ആളുകളെ അവരുടെ അവസ്ഥ നാളെ പരലോകത്ത് വലിയ നഷ്ടമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ പരലോകത്ത് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവർ ഏതു കാരണം കൊണ്ടാണ് ആ നരകത്തിൽ പ്രവേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ അതിന് കൊടുക്കുന്ന മറുപടി സൂറത്തുൽ മുദ്ദസിറിലെ 42 മുതൽ 47 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ആ നരകവാസികൾ പറയുന്നുണ്ട്, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, തോന്നിവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു, പരലോകത്തെ ഞങ്ങൾ നിഷേധിച്ചു കളയുമായിരുന്നു. അങ്ങനെ ഈ രൂപത്തിൽ നരകവാസികൾ കൊടുക്കുന്ന മറുപടിയിൽപ്പെട്ട ഒരു മറുപടിയാണ് സഹോദരങ്ങളെ, വലം നകുനു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീനായവന് ആഹാരം നൽകുമായിരുന്നില്ല എന്ന് സൂറത്തുൽ മുദ്ദസിറിലെ 44-ാമത്തെ ആയത്തിൽ നരകവാസിയുടെ ഈ മറുപടി നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ മിസ്കീനായവന് ആഹാരം നൽകുമായിരുന്നില്ല എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക എന്ന വിഷയം അത് ഇസ്ലാം ഏറെ പ്രോത്സാഹനം നൽകിയ, മുസ്ലിമുകളുടെ മേൽ വലിയ ബാധ്യതയായ ഒരു വിഷയമാണ്. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഈ ആയത്തിൽ ഈ 83-ാമത്തെ ആയത്തിൽ പ്രതിപാദിച്ച മറ്റു വിഷയങ്ങളെ പോലെ തന്നെ മിസ്കീനുകളോട് നന്മ കാണിക്കുക എന്ന വിഷയവും പൂർവകാല സമുദായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവ്വം താക്കീത് നൽകിയ ഒരു വിഷയമാണ് എന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. സഹോദരങ്ങളെ, ഇനിയും 1-2 കാര്യങ്ങൾ കൂടി ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.